ഇന്ത്യ മുന്നണിക്കും ആം ആദ്മി പാർട്ടിക്കും പുത്തൻ ഉണർവേകിയിരിക്കുകയാണ് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ലഭിച്ച ഇടക്കാല ജാമ്യം. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ജയിലിലായ കെജ്രിവാളിന് 50 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇടക്കാല ജാമ്യം ലഭിച്ചത്. ഇന്ത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും പഞ്ചാബ്, ഹരിയാന, ദില്ലി തുടങ്ങിയ ഇടങ്ങളിലെ AAPയുടെ പ്രചാരണങ്ങളിലും ശക്തി പകരാൻ കെജ്രിവാളിന്റെ സാന്നിധ്യത്തിലൂടെ കഴിയുമെന്നത് ഉറപ്പാണ്. നമസ്കാരം, രാഷ്ട്രീയ ഇന്ത്യയിലേക്ക് ഏവർക്കും സ്വാഗതം. ദില്ലി മദ്യനയ കേസിൽ അഴിക്കുള്ളിലായ കെജ്രിവാളിനെ ജാമ്യം നൽകണമെന്ന ഹർജിയിൽ ചൂടേറിയ വാദങ്ങളാണ് സുപ്രീം കോടതിയിൽ നടന്നത്. കെജ്രിവാളിന് ഇടക്കാല ജാമ്യം ലഭിക്കുന്നത് തടയാൻ ആവുന്നതൊക്കെ കേന്ദ്ര സർക്കാർ ചെയ്തു. അതിനായി ശക്തമായി വാദിച്ചെങ്കിലും ഇഡിക്ക് വൻ തിരിച്ചടിയാണ് ഉണ്ടായത്. പ്രതിപക്ഷ നേതാക്കളെ ഇഡി ഉപയോഗിച്ച് വേട്ടയാടുകയും നിശബ്ദരാക്കുകയും ചെയ്ത് തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാനുള്ള BJP മോദി സർക്കാർ തന്ത്രത്തിനേറ്റ കനത്ത ആഘാതം കൂടിയാണിത്. ഈ വിധി BJPയെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ വല്ലാതെ വേട്ടയാടുമെന്നത് വസ്തുതയാണ്. സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച വാദങ്ങൾ തീർത്തും പരിഹാസ്യമായിരുന്നു. അവ ഇങ്ങനെയാണ്: സാധാരണക്കാരിൽ നിന്നും വ്യത്യസ്തനല്ല മുഖ്യമന്ത്രി. രാഷ്ട്രീയ നേതാക്കൾക്ക് പ്രചാരണത്തിന് ജാമ്യം നൽകിയാൽ വിളവെടുപ്പ് കാലത്ത് തടവുകാരായ കർഷകർക്കും ഇതേ ആനുകൂല്യം നൽകുമോ എന്നിങ്ങനെയായിരുന്നു കേന്ദ്രത്തിന്റെ ചോദ്യങ്ങൾ. പരിഹാസ്യമായ ഈ താരതമ്യം തെറ്റാണെന്ന് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. അതുമാത്രമല്ല, ഈ വാദത്തിനെതിരായി കൃത്യമായ ചോദ്യമുയർത്താനും സുപ്രീം കോടതിക്ക് കഴിഞ്ഞു. അതിങ്ങനെയാണ്: വിളവെടുപ്പ് 4 മാസം കൂടുമ്പോഴുണ്ടാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് 5 വർഷത്തിൽ ഒരിക്കലാണ്. പുറമെ കെജ്രിവാൾ തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയാണെന്നും സ്ഥിരം കുറ്റവാളി അല്ലെന്നും കോടതി ഉയർന്ന നിലവാരമുള്ള മറുപടിയിലൂടെ വ്യക്തമാക്കി. ഉന്നയിച്ച ഒരു വാദത്തിലും പിടിച്ചു നിൽക്കാൻ ഇഡിക്ക് കഴിയാതെ പോയത് മോദി സർക്കാരിനേറ്റ വൻ നാണക്കേട് കൂടിയാണ്. രാജ്യത്തിന്റെ ചരിത്രത്തിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പോലും നിർണായകമായ സ്വാധീനം സൃഷ്ടിക്കാൻ കെജ്രിവാളിന് അനുകൂലമായ ഈ സുപ്രീം കോടതി വിധി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. വികസനത്തെക്കുറിച്ചോ രാജ്യം നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങളെക്കുറിച്ചോ ഒരു വാക്കുപോലും മിണ്ടാത്ത മോദി ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ അധികാര ദുർവിനിയോഗവും വർഗീയ വിദ്വേഷവും മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിലുടനീളം ചെയ്യുന്നതും പറയുന്നതും. ED ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയ ആയുധമായി മാറ്റുന്നതിനെതിരെയുള്ള താക്കീത് കൂടിയാണ് ഈ വിധി. കാരണം തെളിവില്ലാതെ കേട്ടുകേൾവിയുള്ള കാര്യങ്ങൾ കുറ്റമായി ചുമത്തരുതെന്ന് സുപ്രീം കോടതി തന്നെ നേരത്തെ EDയോട് ഈ കേസിൽ വ്യക്തമാക്കിയതാണ്. അങ്ങനെയുള്ള ഒരു കേസിൽ വർദ്ധിത വീര്യത്തോടെ അഴിക്കുള്ളിൽ നിന്നും പുറത്തു വന്ന കെജ്രിവാളിനെ ഇനിയാണ് BJP പേടിക്കേണ്ടത്.